हेलो एवरीवन, दिस इज श्वेता। हेलो एवरीवन, मैं हूँ वर्षा और आप सबका स्वागत है हमारी चैनल में। तो अभी हम दृश्यम का अगला सीन देखेंगे, तो आइए देखते हैं। ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളതാ. എന്തിനാ ഇതൊക്കെ വാങ്ങിയത്? ഇവിടെ ഇരിപ്പുണ്ടൊരെണ്ണം. അത് പഴയ ടൈപ്പല്ലേ എടി, അതിന് ഞങ്ങൾ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായി. എന്താ ജോർജ് കുട്ടി? ഒരു ചെറിയ തമാശ. സത്യത്തിൽ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. പിന്നെ ഞാനിത് അമ്മയ്ക്ക് വേണ്ടി തന്നെയാ വാങ്ങിയത്. ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ ഇതുപോലെ 3 എണ്ണം ഇരിപ്പുണ്ട്. അത് ഇതുപോലത്തെ ഒന്നും അല്ല. ഇതുപോലത്തെ അല്ലെങ്കിൽ വേറെ ടൈപ്പ്. അതിന്റെ രസം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടില് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടില്ല. ചുമ്മാ നുണ പറയല്ലേ ജോർജ് കുട്ടി. इडियप्पम। കഴിഞ്ഞ വർഷം ഒരു ദിവസം ഉണ്ടാക്കി. ओ दिया ना हाँ। मशीन बनाने का। ഇതുപോലത്തെ 3 എണ്ണം. എങ്ങനെ വഴക്കോറായിരിക്കും? അപ്പോഴേ വേറെ വാങ്ങിക്കുന്നത്. സ്വഭാവമാണ്. ദേ, ഇവളുടെ അമ്മയെ ഇക്കാര്യത്തിൽ മോശമല്ല. എവിടെ പോയി തിരിച്ചു വരുമ്പോഴും ഒരു മീൻ ചട്ടിയും വാങ്ങിച്ചോണ്ട് വരും. പിന്നെ വേറൊന്നുണ്ട്, ഈ പാല് തിളപ്പിക്കുന്ന പാത്രം. 2 പേര് വന്നാൽ ഒരു പാത്രം, 3 പേര് വന്നാൽ വേറൊരു പാത്രം. വിസിലടിക്കുന്നത് ओ गुस्सा आ रहा है। അതെ, അടുക്കളക്കാരെ ഞങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കോളാം. അതിന് നിങ്ങൾ ഇടപെടണ്ട. അയ്യോ, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ പലതവണ ഇവിടെ വന്നിട്ട് പോയി. രാജേഷിനെ കാണാനേ ഇല്ല. ഞങ്ങൾക്ക് എന്നെ ഇവിടെ കാണാൻ കിട്ടുന്നില്ല. ഭരണകക്ഷിയിലെ സമുന്നതനായ നേതാവല്ലയോ. ഇതെന്താ കയ്യില്? പ്രകടന പത്രിക? അല്ല, നോട്ടീസാ. നാടിനു ഭീഷണിയായ प्रोटेस्ट चल रहा है। ശരി പാറമടയുടെ പുനരാരംഭ പ്രവർത്തനങ്ങൾ തടയാൻ. ഇതെന്താ സംഭവം? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ മാറി അതിന്റെ ഓണർ കോടതി വഴി അത് ഓപ്പൺ ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെ പൊതുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ്. രാജേഷ് ഇപ്പൊ വലിയ സാമൂഹ്യ പ്രവർത്തകനായി മാറിയല്ലേ? സാമൂഹ്യ പ്രവർത്തകനല്ല, ഇവൻ നല്ലൊരു രാഷ്ട്രീയക്കാരനായി മാറി എന്ന് പറയാം. ആ പാറമട തുടങ്ങാനുള്ള അനുമതി വാങ്ങിക്കൊടുത്തത് ഇവനും ഇവന്റെ സുഹൃത്തുക്കളും കൂടിയാണ്. എന്നിട്ട് പാറമട തുടങ്ങി 1.5 വർഷം കഴിഞ്ഞ് ഈ ക്വാറി ഉടമയും ഇവിടത്തെ ഇവരുടെ MLA-യുമായി ഒരു സൗന്ദര്യപ്പണക്കം നടന്നു. എന്നിട്ട് ഇവര് തന്നെ പരിസ്ഥിതി പ്രശ്നം പറഞ്ഞ് അത് തടഞ്ഞു. ഇത്രയും പൈസ മുടക്കിയ ആ മനുഷ്യൻ ഇനി അവിടെ എന്ത് ചെയ്യൂടാ? അയാൾക്ക് മത്സ്യകൃഷി നടത്തിക്കൂടെ? പാറമടയിൽ മത്സ്യകൃഷിയോ? പിന്നെ അതിൽ നടക്കുന്ന ആഴം വീതിയിൽ ഒരു കുളമുണ്ട്, അതിൽ മത്സ്യകൃഷി നടത്താലോ? അതാണ് രാജേഷ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. രാജേഷിന് നല്ല രാഷ്ട്രീയ ഭാവിയുണ്ട്. മാറ്റണമെന്ന്. ഇക്കാലത്ത് കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ओके। അല്ല, അതൊരു നല്ല സ്കൂളല്ലേ ജോർജ് കുട്ടി? അതെ, പക്ഷെ ഇപ്പൊ ഇവര് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ആ സ്കൂളിന് എന്താ കുഴപ്പമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കഴിഞ്ഞ 15 കൊല്ലമായി സെന്റ് ജോസഫ് സ്കൂളിന് 100% വിജയോ. अच्छा। ഇവരുടെ സ്കൂളിന് ഇത്തവണയും ഇല്ല. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ സ്കൂളിൽ 2 റാങ്ക് ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ സ്കൂളിന് കുഴപ്പമില്ല. പഠിക്കാൻ കഴിവില്ലാത്ത 2 പിള്ളേർ തോറ്റു. അതിന് സ്കൂൾ എന്ത് പിഴച്ചു? അച്ഛാ, ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ഒരു അസുഖമായത് പേരും പെരുമയും ഫീസും കൂടുതലുള്ള സ്കൂളിലേക്ക് പിള്ളേരെ പറഞ്ഞയക്കാം, എന്നിട്ട് അതിന്റെ മഹത്വം പറഞ്ഞു നടക്കാം. स्कूल चेंज करने की बातें कर रहे हैं ना कि फीस भी हाई होती है, सब कुछ हाई होता है। ഇല്ലേ? ശരിയാ. तुमको 1 रुपया भी एक्स्ट्रा डालना नहीं है, അത്യാവശ്യം പഠിക്കാൻ स्पेंड ही नहीं करना है, ऐसे थोड़ी होता है। അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കേമം കാണിക്കാൻ अभी लोग मीडियम स्कूल में है ना, तो उनको प्रॉपर ऐसा इंग्लिश वाला स्कूल चाहिए। हाई स्टैंडर्ड होते हैं ना, अच्छे। നമുക്കൊരു വിലയുണ്ടാവും. നാടോടുമ്പോ നടുവേ ഓടണം. അത് ജോർജ് കുട്ടിക്ക് അറിയത്തേയില്ല. ഓ, എന്ത് പറഞ്ഞാലും ഈ പഴഞ്ചൊല്ലി പറഞ്ഞോളൂ. അങ്ങനെ നാട് ഓടുമ്പോ നടുവേ ഓടണമായിരുന്നു. ഞാൻ നിന്നെ കെട്ടിയപ്പോ ശ്രീധനം വാങ്ങിക്കണമായിരുന്നു. आ അച്ഛാ, എന്തിനാ ഇതൊക്കെ? കേളോ? പിള്ളേർക്ക് വലിയ ഇഷ്ടമായിരിക്കുന്നേ. അവർക്ക് ആർക്കും വേണ്ട. അവിടുത്തെ പറമ്പിൽ ഉണ്ടായത് കഴിക്കാഞ്ഞിട്ട് ഞാൻ സുലൈമാനിക്കേക്ക് വിൽക്കുക. ആരല്ലേ പോവാൻ തുടങ്ങുകയാണ്? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. എന്താ? അത് അല്ല, നിങ്ങളുടെ കല്യാണ സമയത്ത് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ. ഈ ശ്രീധനത്തിന്റെ കാര്യം ഉദ്ദേശിച്ചാണോ? എന്റെ അച്ഛൻ അവളെ ജയിക്കാൻ വേണ്ടി ഞാനതൊന്ന് വെറുതെ പറഞ്ഞതാ. അത് കാര്യമായിട്ട് എടുത്തോ? ഒരിക്കലും ഇല്ല. ओके। എന്നാലും പക്ഷെ ജോർജ് അച്ഛാ, ഞാൻ റാണിയെ കണ്ട് ഇഷ്ടമായി ഈ വീട്ടിൽ വന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു ബിസിനസ് തകർന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വിവാഹം നടത്താൻ പറ്റിയ അവസ്ഥയിലല്ല എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ തിരിച്ചയച്ചു. ശ്രീധനല്ല, എനിക്ക് പെണ്ണാണ് പ്രധാനമെന്ന് പറഞ്ഞ് പലതവണ ഇവിടെ കയറി ഇറങ്ങിയപ്പോൾ അച്ഛൻ അതിന് വഴങ്ങി.
ഈ വിവാഹം കൊണ്ട് സത്യത്തിൽ എനിക്കല്ലേ और ഗുണമുണ്ടായത്? डाउरी के बारे में बातें हो रही है ना, तो वो वही बोल रहे हैं. അത് ശരിയായിരിക്കാം. ജോർജ് കുട്ടി ഞങ്ങൾക്ക് റാണിയുടെ ഭർത്താവല്ല, ഈ കുടുംബത്തിലെ മൂത്ത മകനാണ്. ആ മകൻ കഷ്ടപ്പെട്ട് हम लोग है ना रानी के हस्बैंड के जैसे तुझे ट्रीट नहीं कर रहे, बोलो वो जमाई जैसा ट्रीट. അച്ഛനെ ഈ പിശുക്ക് ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതെനിക്കറിയാം. നാട്ടിലെ തിയേറ്റർ വിലക്ക് വാങ്ങണല്ലേ? റാണി പറഞ്ഞാണ് ഇവളുടെ ഒരു കാര്യം. അതെന്താ പറഞ്ഞാല് ഒരു മകന്റെ പ്രശ്നം അച്ഛൻ അറിയില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനായിട്ട് സ്വരൂപ് കൂട്ടിയതുണ്ട്. പിന്നെ കുറച്ച് ബാങ്കിൽ നിന്ന് ലോണും എടുത്ത. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോ അങ്ങനെ ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് തകർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോർജ് കുട്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട. അല്ല, അത് ഈ അച്ഛൻ പറയുന്നത് അനുസരിക്കുക. നമ്മളെ പോലെ ഇടത്തരം കൃഷിക്കാരുടെ കയ്യിൽ കാശായിട്ട് അധികം കാണില്ല. ഇവിടുന്ന് അല്പം മാറി പുഴത്തീരത്ത് കിടക്കുന്ന 1.5 ഏക്കർ റബ്ബർ തോട്ടമില്ലേ, എനിക്ക് അവിടം വരെ പോയി കൃഷിയൊന്നും നോക്കാൻ മേല. രാജേഷ് ആണെങ്കിൽ രാഷ്ട്രീയം കളിച്ച് നടക്കുക. ഒരു വെട്ടുകാരൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പലപ്പോഴും അത് വിറ്റ് കളഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. അത് നിങ്ങളുടെ പേരിൽ അങ്ങ് എഴുതരുക. എന്താ അച്ഛാ ഇത്? ജോർജ് കുട്ടി എപ്പോഴും ഞങ്ങളെ സ്നേഹിച്ച് തോപ്പിക്കുക. വല്ലപ്പോഴും ഒരിക്കലും ഞങ്ങൾക്കും ജയിക്കണ്ടായോ? कितना अच्छा दिखते हैं ना। लालेटा है लालेटा, उनको प्यार से लालेटा बुलाते हैं सब लोग. हाँ, बोलते ना निकनेम होता है ना. हाँ हाँ എന്താ വലിയൊരു ആലോചന? തിയേറ്റർ മേടിക്കാൻ ആലോചിക്കുന്ന കാര്യം നീ അച്ഛനോട് പറയണ്ടായിരുന്നു. എന്റെ പൊന്നു ജോർജ് കുട്ടി, ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല അവരിത് തരുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് നമുക്കൊന്നും തന്നില്ലല്ലോ എന്ന വിഷമം അവർക്കുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ മക്കളെ നാളെ കെട്ടിച്ചു വിടുമ്പോ ചെറുക്കൻ ഒന്നും തരണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവർക്ക് കൊടുക്കാൻ കൊടുക്കില്ലേ? അതുപോലെ തന്നെയാ ഇതും. शादी के टाइम पे भी मेरे मॉम डैड ने कुछ किया नहीं था, थोड़ा बहुत, और अभी कर रहे तो फिर एक्सेप्ट कर लेना चाहिए. लोग थिएटर बाय करने का सोच रहे हैं ना, सिनेमा. ഒരു മാനേജറൊക്കെ വെച്ച് ജോർജ് കുട്ടി തിയേറ്റർ ഉടമയായി ചെത്തി നടക്കും. വേറെ ആളെ ഒന്നും വെച്ചാൽ ശരിയാവില്ല. അത് ഞാൻ തന്നെ നോക്കണം. നിങ്ങൾ നന്നാവില്ല എന്റെ ജോർജ് കുട്ടി. നാട് ഓടുമ്പോ നടുവേ ഓടണം. നിനക്ക് എപ്പോഴും ഈ ഓട്ടത്തിന്റെ കാര്യം പറയാൻ സമയമുള്ളോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ റോഡിന്റെ നടുവിലോട്ട് ഇറങ്ങി കുറെ സമയം ഓടും. ഞാൻ കിടക്കാൻ പോവാം. ചിലരുന്ന് എത്ര പറഞ്ഞാലും നന്നാവില്ല. गुस्सा आ गया। ജോർജ് കുട്ടി, ദേ ചായ. ജോർജ് കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞാലേ സമ്മതിക്കോ? എന്താ കാര്യം? സമ്മതിക്കോന്ന് പറ. എന്താ കാര്യം എന്ന് പറയാൻ എന്നിട്ട് ആലോചിക്കാം. എന്താ ഇത്? വായിച്ചു നോക്ക്. തൊടുപുഴ പാറയിൽ പള്ളിയിൽ കുടുംബ ധ്യാനം. ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെ. കൊറേ നാളായിട്ടുള്ള എന്റെ ആഗ്രഹവും കാച്ചിരിപ്പള്ളി അച്ഛന്റെ ധ്യാനം ഒന്ന് കൂടണം. നമുക്കൊന്ന് പോവാം. എനിക്ക് വരാൻ സാധിക്കില്ല. അത്ര നിർബന്ധമാണെങ്കിൽ നീ പിള്ളേരും വെക്കും. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ തന്നെ പോകുന്നില്ല. കുടുംബ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും സംബന്ധിക്കേണ്ടതാണ്. അച്ഛാ, എനിക്കൊരു സംശയം. ഇന്നത്തെ യാത്ര എന്തിനു വേണ്ടിട്ടാ? പേപ്പർ വായിക്കില്ലാത്ത അച്ഛൻ അതെങ്ങനെ അറിയും? ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണ്ട. छोटी वाली बहुत उस्ताद है। മാരുതിക്കാർ വാങ്ങാതിരിക്കരുത്. അതെന്താ നിനക്കെന്നെ ഒരു വിശ്വാസമില്ലാത്തതുപോലെ? അല്ല, അച്ഛന്റെ കാര്യം ആയതുകൊണ്ടാ. അതോർത്ത് നീ പേടിക്കണ്ട. പെട്രോൾ വിലയും നമ്മുടെ കാർ വാങ്ങിയതും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്താ മാരുതി കാറിൽ പെട്രോൾ ഒഴിക്കണ്ടേ? ഷെട്ടി കിടക്കാൻ പോകുന്ന വണ്ടിക്ക് എന്തിനാ പെട്രോൾ? അതെ, എന്റെ കയ്യിൽ നിന്ന് 1500 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നേച്ചർ ക്ലബിന്റെ വിശേഷമൊന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ്? അടിപൊളിയായിരുന്നു. കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള സ്കൂളിൽ നിന്ന് പിള്ളേരുണ്ടായിരുന്നു. പകലൊക്കെ പ്രകൃതിയെ കുറിച്ചും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ചും ക്ലാസുകൾ. വൈകിട്ട് പാട്ടും ഡാൻസും, പിന്നെ രാത്രിയിലെ ക്യാമ്പ് ഫയറും. അതെന്താ സാധനം? അച്ഛൻ അതെന്താന്ന് മനസ്സിലായില്ല. അമ്മയ്ക്ക് മനസ്സിലായോ? വിറക് കത്തിച്ചിട്ട് അതിനു ചുറ്റും ആളുകൾ ഇരിക്കില്ലേ, അതിനെ ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത്. എന്നിട്ട് ചുറ്റും ഇരുന്ന് പലതരം കളികളും പാട്ടും ഒക്കെയാ. ചേച്ചി എന്തെങ്കിലും ചെയ്തോ? എന്നെ കൊണ്ടൊരു പാട്ട് പഠിച്ചു. ഇംഗ്ലീഷാ? കുറച്ചു പിള്ളേർ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടി. എന്ത് രസാന്നറിയോ? നമ്മളൊന്നും അതിന്റെ 7 ആലത്ത് പോലും വരില്ല. സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ പിള്ളേരായിരിക്കും. स्कूल के बारे में चल रहे ना. അവര് ഞങ്ങളൊക്കെ പോലെ തന്നെയാ. ഇത് എറണാകുളത്തെ തന്നെ ചില വലിയ സ്കൂളിലെ പിള്ളേരാ.
ആൾക്കാരുടെ മക്കളാ. ഒരാൾ ജഡ്ജിയുടെ മകൻ, പിന്നെ നമ്മൾ ഇടയ്ക്ക് ടിവിയിൽ ഒരു ഫ്ലാറ്റിന്റെ പരസ്യം കാണാറില്ലേ, അതിന്റെ ഉടമസ്ഥന്റെ മകൻ, പിന്നെ ഒരു ഐജിയുടെ മകൻ. അവനൊരു തല്ലിപ്പൊളിയാ. എപ്പോഴും മൊബൈൽ ഫോണിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടാണ് ओ അവൻ നിന്റെ ഫോട്ടോ എടുത്തോ? एक लड़के के बारे में बोल रहा है. നിന്ന് കൊടുത്തതല്ല, അവൻ വന്ന് എടുത്തതാ. എടുക്കരുതെന്ന് നിനക്ക് പറഞ്ഞുണ്ടായിരുന്നോ? പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ല. പിന്നെ ആരോ കാരണം എത്ര പെൺകുട്ടികളാ हम्म എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഫോട്ടോ എടുക്കരുതെന്ന് വാ തുറന്ന് പറയണം. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിലും കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കുന്നതോ? നിനക്ക് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. എടി, അത് സാധാരണ ക്യാമറയിൽ എടുക്കുന്നതല്ലേ? മൊബൈൽ ഫോണിലെ ക്യാമറയിൽ എടുക്കുന്നത് തുണിയില്ലാത്ത രീതിയിലുള്ള ഫോട്ടോയാ. അച്ഛ ഇത് കേട്ടോ? അപ്പൊ അമ്മ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്റെ അമ്മ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന സാധാരണ ഫോട്ടോ തന്നെയാ. അത് പിന്നെ കമ്പ്യൂട്ടറിലിട്ട് മാറ്റിയെടുക്കുന്നതാ. അത് ഏത് ഫോട്ടോയും മാറ്റാം. അച്ഛ, ഈ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, അമ്മ പറഞ്ഞ എല്ലാം ശരിയാണ്. മോളത് കാര്യമാക്കണ്ട. 10ാം ക്ലാസ് തോറ്റ ഒരു വിട്ടി देते ये कर देते वो कर देते, न्यूज़पेपर की सारी बातें कर. बट एक लड़का था ना जो बार बार वो फोटोज क्लिक कर रहा था कैंप में. എത്ര നാളായി ഇങ്ങനെ കിടക്കാന്നറിയാം. ചെറിയ പണികൾക്ക് ആളെ കിട്ടാനില്ല. അതുകൊണ്ട് ഈ മുറി വാടകയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇതൊന്ന് പൊളിച്ചു കിട്ടിയ ഒരു ദിവസത്തെ പണിയുള്ളൂ. പൊളിച്ചായിട്ടേക്കാം. പണിക്കാരെ പെട്ടെന്ന് കെട്ടി തന്നാ. ആ, ഇന്നോട്ട് മാർക്കറ്റ് തട്ട് പൊളിക്കാൻ തുടങ്ങും. തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെ തറയുടെ പണി തുടങ്ങണം. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് ചെയ്തു തരാം. അതുപോലെ. ഓ ധാരാളം. എന്നാ ഞാൻ പോയിക്കോട്ടെ. വൈകിട്ട് ചായയുടെ സമയം. ഞാനും വരാം. സോമസാറേ ഒന്ന് നിന്നേ. സാറിന് ഞാൻ എത്ര രൂപ തരണം? അല്ല, ഞാൻ സാറിന്റെ ഇത് കുറച്ച് ഓസിന് മേടിച്ച് ഞണ്ണിട്ടുണ്ടല്ലോ. എല്ലാവരും പറയുന്ന കേട്ടിട്ട് ചാടാൻ നിൽക്കല്ലേ. ഞാൻ ഈ ഉണ്ടാക്കുന്നതിന്റെ ഷെയർ എസ്ഐക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളോട് ഇത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, അതല്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ പണി ഞാൻ അവസാനിപ്പിക്കും. അത് കള സഹദേവ സാറേ. ഇവിടുത്തെ എസ് ഐ സുരേഷ് ബാബു സാറിനെ ഞങ്ങൾക്കും അറിയാം. അതേ വൃത്തിയുടെ പരിപാടി ഈ കൂട്ടയിൽ. എനിക്ക് ഭയങ്കര ചോദിച്ചില്ല. ഡോക്ടറെ കാണിക്കണം. സഹദേവൻ എന്ത് പണിയും ചെയ്യും. वही वो पैसों के लिए वो पहले से ऐसे ही कर रहा है ना. അയാളൊക്കെ വടക്കുണ്ടാക്കാൻ പോകുന്നത്. हाँ ഞാൻ എന്തിന് പോലീസിനെ പേടിക്കണം? ഈ നിമിഷം വരെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. നാളെ തൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ആ, ദേ. ये लड़का फोटो खींचता था ना वो. എന്നെ മനസ്സിലായോ? വരണില്ലേ? ഭാഗ്യം, എന്നെ മറന്നിട്ടില്ലല്ലോ. വരണത്തെ എവിടെ? സത്യം പറഞ്ഞ തന്നെ കാണാമെന്നത്. ओ അമ്മേ, വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ തരാം. ഇപ്പൊ തരാമോ? സാധനങ്ങൾ വാങ്ങിച്ചോ? ചേച്ചി അതുകൊണ്ട് പുറകെ വരുന്നുണ്ട്. ആ, അതിൽ ആവിൽ ഇരിപ്പുണ്ട്. എടുത്തു കഴിച്ചോ. ചേച്ചി ഇതുവരെ വന്നില്ലേ? ആ, നീ അല്ലേ പറഞ്ഞത് എന്റെ പുറകെ വരുന്നുണ്ടെന്ന്? ആ സേവനങ്ങളുടെ വീട് വരെ ഓ. ചോദിച്ചാ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടിപ്പോന്നു. आ गई. ഇവിടെ ചേട്ടൻ പോയി. അമ്മേ, കടയിൽ നിന്ന് വെച്ച സാധനങ്ങളെല്ലാം മുറിയിലിരിപ്പുണ്ട്. ऐसे सामान तो रखा वहाँ. അഞ്ജു, ओ डर അഞ്ജു, गई. എന്താ അമ്മേ? അഞ്ജു, നീ അവിടെ എന്തോ എടുക്കുവാ? എത്ര തവണ വിളിച്ചു? നിനക്ക് വിളിയിട്ടൂടെ? ചേച്ചി ഐപോഡ് വെച്ച് പാട്ട് കേൾക്കായിരിക്കും അമ്മേ. നിനക്ക് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വന്ന് കഴിക്കും. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. अरे बाबा कुछ तो हुआ है. പേടിക്കണ്ട, ഇത് ഞാനല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല, കാണുകയില്ല. അത് മാത്രമല്ല, അഞ്ജുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അത് ചെയ്യാം. എനിക്ക് അഞ്ജുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് വീടിന്റെ പുറവശത്ത് ഞാൻ വരും. अरे रे वो ब्लैकमेल बोलते हैं ना, वैसा टाइप कर रहा है कि रात को आना पड़ेगा. അഞ്ജുവിനെ ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. അഞ്ജുവിനെ ഉപദ്രവിക്കാൻ എനിക്കിത് സുഹൃത്തുക്കളെ കാണിക്കാം, ഇന്റർനെറ്റിലിടാം. പക്ഷെ ഞാനത് ചെയ്തോ? എന്തുകൊണ്ടാ? എനിക്ക് അഞ്ജുവിനോടുള്ള ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അഞ്ജു ഇറങ്ങി വരും. ഇല്ല, ഞാൻ വരില്ല.
നാളെ ഇത് ഇന്റർനെറ്റിൽ വന്നാൽ അഞ്ജുവിനും അഞ്ജുവിന്റെ अरे കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് धमकी दे रहे हैं हाँ താൻ വിചാരിച്ച ഈ സംഭവം ഇരു ചെവി അറിയാതെ തീരും. മറിച്ച് വീട്ടുകാരോട് പറയുകയോ രാത്രി ഇറങ്ങി വരാതിരിക്കുകയോ ചെയ്താൽ ഇല്ല, അഞ്ജു അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്ലീസ് വരുൺ. അഞ്ജു, ഇത് എന്തൊരു കിടപ്പാ? നീ ഇത് കാപ്പ് കുടിക്കട്ടെ. എനിക്ക് വേണ്ടമ്മ, ഞാനൊന്ന് കിടന്നോട്ടെ. എനിക്ക് തലവേദന എടുക്കുന്നു. ആ കുതിര अरे यार बट बोल देना चाहिए इसको घर पर ना। തലവേദനയ്ക്കുള്ള മരുന്ന് തരട്ടെ? വേണ്ടമ്മ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ശരി, എന്നാ മോള് കിടന്നു. हाँ अभी पता चलेगा क्या होगा क्या नहीं, क्योंकि वो बंदा वापस आया और अभी ये इसकी बेटी को ब्लैकमेल कर रहा है। वो कैंप में गए तभी वो फोटो खींच रहा था ना, तभी ऐसा उसने हाथ रख दिया मत खींचो करके, और कुछ तो गलत सलत खींचा होगा कुछ उसने। तो किया होगा इसने, क्योंकि मतलब वो उसने ऐसे घर पे भी बोला ना कि एक बंदा था, बट किसी ने फिर कंप्लेन किया तो उसको ले लिया, बट अभी फिर भी ये बंदे के पास वो चीज है कैसे, तो वो भी है। बट अभी इनको इंग्लिश मीडियम में भी जाना था, जिस तरह वो बातें कर रहे थे एंड ऑल, बट अब अच्छी वाली देखेंगे स्कूल आगे। में। हाँ बट अभी आगे पता चलेगा वो जाती है कि नहीं मिलने 11 बजे रात ऐसे को से। बुलाया था ना, हाँ वही ना, ठीक है। ब्लैकमेल कर रहे हैं। आगे देखेंगे गाइस हम लोग, तो बस आप हमारी चैनल देखते रहना तब तक के लिए, और टेक केयर, बाय बाय।